അപ്പോൾ ഇന്ന് നമ്മൾ CAP കൺസ്യൂമർ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ MDC ഡിസ്കസ് ചെയ്യുന്നത് ഡിഫക്ട്സ് ഇൻ ഗുഡ്സ് ആൻഡ് സ്പൂറിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ഗുഡ്സിലെ ഡിഫക്ട്സ് എന്നതും എന്താണ് സ്പൂറിയസ് ഗുഡ്സ് എന്നും എന്താണ് സ്പൂറിയസ് സർവീസസ് എന്നുമാണ്. എന്താണ് ഡിഫക്റ്റീവ് ഗുഡ്സ് അല്ലേ? നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ്, പ്രൊഡക്ട്സ് ദാറ്റ് ഫെയിൽ ടു മീറ്റ് പ്രോമിസ്ഡ് ക്വാളിറ്റി ഓർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കെൽപ്പില്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത പ്രൊഡക്ട്സിനാണ് എന്ത് പറയാം, ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറയാം. അത് കൺസ്യൂമേഴ്സിനെ എന്താണ്, അവർക്ക് ആവശ്യത്തിന് അവർ കൊടുക്കുന്ന പൈസക്ക് മുതലായ സാധനം ലഭിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ ഹെൽത്തിന് എന്ത് ചെയ്യും, ഡേഞ്ചറിലാക്കും. അതേപോലെ തന്നെ ഈ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് എന്താണ് ഫൈൻ വരാനും പെനാൽറ്റി വരാനും മറ്റു അവർക്കെതിരെയുള്ള ലീഗൽ പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ് എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, ഡിഫക്റ്റീവ് അല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇനി എന്താണ് സ്പൂറിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് നമുക്ക് നോക്കാം. കൗണ്ടർഫീറ്റ് ഓർ ഫ്രോഡുലന്റ് പ്രൊഡക്റ്റ് സർവീസസ് ഡിസീവിങ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ ചതിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സോ സർവീസിനെയാണ് എന്താ പറയുക, സ്പൂറിയസ് ഗുഡ്സ് എന്നോ സർവീസസ് എന്നോ പറയുന്നത് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സർവീസസും ഉണ്ടല്ലേ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് അല്ല. അതുപോലെ തന്നെ ഒരു നല്ലൊരു സാധനത്തിൻ്റെ ലേബലിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാധനം കൊടുക്കുക. ഉദാഹരണത്തിന് അഡിഡാസ് അല്ലേ, എന്ന പേരിൽ അബിബാസിൻ്റെ സാധനം ഇറക്കുക അല്ലേ. അപ്പോൾ അത് ഭയങ്കര സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് വളരെ ഡിഫക്റ്റീവ്, വളരെ സ്പൂറിയസ് ആയിട്ടുള്ള അതിൻ്റെ ഒരു തരത്തിലുള്ള കോപ്പിയാണ് അവരിറക്കുന്നത്. ഇനി എങ്ങനെയാണത് കസ്റ്റമേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്ത് നോക്കാം. ഇമ്പാക്റ്റ് ഓൺ കസ്റ്റമേഴ്സ് എന്താണ്, റിസ്ക് ടു സേഫ്റ്റി അല്ലേ? അവരുടെ സേഫ്റ്റിയെ അതെന്ത് ചെയ്യുന്നു, റിസ്ക് ചെയ്യുന്നു. അവരുടെ ഹെൽത്തിനെ അത് റിസ്ക്കാണ്. അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് ഒരാൾ ഒരു കാർ വാങ്ങിച്ചു, പക്ഷേ അതിന് ബ്രേക്ക് കൃത്യമായിട്ട് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ കാരണം, അത് കൃത്യമായിട്ട് ഘടിപ്പിച്ചിട്ടില്ല. ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ ബ്രേക്ക് എന്താണ്, അത് മൊത്തത്തിൽ തന്നെ എന്താണ് പ്രശ്നമാണ് അല്ലേ. ഇനി അതിൻ്റെ മാർക്കറ്റ് എഫക്ട്സ് എന്താണ്, മാർക്കറ്റിംഗ് ഡിഫക്ട്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇറോഡ്സ് കൺസ്യൂമർ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. അത് കൺസ്യൂമേഴ്സിൻ്റെ എന്താണ് ട്രസ്റ്റ് ഇല്ലാതാക്കുന്നത് അല്ലേ, അത് കൺസ്യൂമേഴ്സിൻ്റെ ട്രസ്റ്റ് ഇല്ലാതാക്കുന്നുണ്ട്. ഇനി ബിസിനസ് കൺസേൺ എന്താണെന്ന് നോക്കാം. റൈസസ് ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കെതിരെ എന്ത് ചെയ്യാം, നമുക്ക് ലീഗൽ ആക്ഷൻസ് ഉണ്ടാക്കാം. കാരണം അവർ നമ്മൾ ആവശ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന തുകക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല അല്ലെങ്കിൽ സർവീസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ അപ്രോച്ച് കോർട്സ് ആൻഡ് മേക്ക് ലീഗൽ lawsuits against these companies against these businesses. Okay, and എന്താണ് അതിൻ്റെ വൈഡർ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കൽ അനിവാര്യമാണ്. എന്താണ് അതിൻ്റെ വൈഡർ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ? നെഗറ്റീവ് എക്കണോമിക് ഹെൽത്ത് ആൻഡ് കോൺസിക്വൻസസ് അല്ലേ. അതായത് ഇങ്ങനെ നിരന്തരമായി ഇത്തരത്തിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പൂറിയസ് ആയിട്ടുള്ള ഗുഡ്സോ സർവീസസോ മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ, ആളുകൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടോട്ടൽ എക്കണോമിയെ തന്നെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ അറ്റ് ദ മീൻ ടൈം ഇറ്റ് ഓൾസോ എഫക്ട്സ് ദ ഹെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലേ. കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്തും തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിഫക്റ്റീവ് ഗുഡ്സ്. എന്താണ് ഡിഫക്റ്റീവ് ഗുഡ്സ് എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. ചെറിയൊരു ഇൻഫർമേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ റിപ്പീറ്റിംഗ് ദാറ്റ് സബ്സ്റ്റാൻഡേർഡ് ഓർ നോൺ കോംപ്ലിയൻറ്റ് വിത്ത് കോൺട്രാക്ട് ടേംസ്. അതായത് ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട രീതി ഇങ്ങനെയാണ് എന്നുള്ള നിയമം നിലനിൽക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്ത, അതിനോട് യോജിക്കാത്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ള പ്രൊഡക്റ്റാണ് എന്താ പറയുക, ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി അതുണ്ടാക്കുന്ന റിസ്ക് എന്താണ്, എൻഡേഞ്ചേഴ്സ് കൺസ്യൂമേഴ്സ്. അത് കൺസ്യൂമേഴ്സിനെ ഡേഞ്ചറിലാക്കുന്നു അല്ലേ, കൺസ്യൂമേഴ്സിനെ ഡേഞ്ചറിലാക്കുന്നു. കാരണം ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതിന് എന്തും സംഭവിക്കാം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി പറയാൻ ആർക്കും പറ്റില്ല, ഈ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പറ്റില്ല. കാരണം അത് അവർ സ്റ്റാൻഡേർഡ് അനുസരിച്ചുണ്ടാക്കിയ എന്തല്ല പ്രൊഡക്റ്റ് അല്ല. കോസ് ലീഗൽ ലയബിലിറ്റീസ് അല്ലേ. ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാം, ലീഗൽ ലയബിലിറ്റീസ് ഫേസ് ചെയ്യാം. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മേ ഇറ്റ് നോട്ട് ഹാപ്പൻ, പക്ഷേ അതിന് സംഭവിച്ചാൽ എന്ത് ചെയ്യും, അവർക്കെതിരെ ഫൈനോ പെനാൽറ്റിയോ മറ്റു ലീഗൽ ഇഷ്യൂസോ വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരു റിസ്ക് ആണ്. ഇനി ബിസിനസ് റെസ്പോൺസ്. എന്താണ് ബിസിനസ് റെസ്പോൺസ് നോക്കാം. അതുണ്ടാകുന്ന ബിസിനസ് റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. നീഡ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ടെസ്റ്റിംഗ് അല്ലേ. ഇത്തരത്തിലുള്ള സാധനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് എന്താണ് നമുക്ക് കാണിച്ചിരുന്നത്, ഇവിടെ കൃത്യമായി ക്വാളിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ അതുപോലെ തന്നെ സേഫ്റ്റി ടെസ്റ്റിംഗ് ഒക്കെ അത് കൂടുതൽ ശക്തിയോടെ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരണമെന്നാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഡിഫക്ട്സ് ഏതൊക്കെ തരത്തിലാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഡിഫക്ട്സ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാണ് മാനുഫാക്ചറിങ് ഡിഫക്ട്സ്. അത്
എറേഴ്സ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. അവസാനം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനാണ് എന്ത് പറയുക, മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്ന് പറയാം. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ മൊത്തത്തിലുള്ള അതിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ഡേഞ്ചറിലേക്ക്, ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെ ഡേഞ്ചറിലേക്ക് കൊണ്ടിടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇനി അത് ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ശരിയായി ഘടിപ്പിക്കാത്ത അല്ലെങ്കിൽ ശരിയായി ഫിറ്റ് ചെയ്യാത്ത കാർ ഉപയോഗിക്കുക, അതിൻ്റെ ഹെൽത്തിനെ ഡേഞ്ചറിലാക്കുന്നു. ഇനി ഡിസൈൻ ഡിഫക്ട്സ്. എന്താണ് ഡിസൈൻ ഡിഫക്ട്സ്? അൺസേഫ് ഇൻആഡക്വേറ്റ് പ്രോഡക്റ്റ് ഡിസൈൻ. ഇപ്പോൾ ഒരു കാർ, അതിന് 3 ചക്രത്തിൻ്റെ ഒരു ഡിസൈനാണ് ഉള്ളത്. അതെന്തല്ല, അഡക്വേറ്റ് അല്ല. കാറിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ടുള്ള ഡിസൈൻ വേണം, 4 ചക്രം വേണം, എന്നാലേ എന്തെങ്കിലും ബാലൻസ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഡിസൈൻ ഡിഫക്ട്സ് ആർ പ്രോബ്ലംസ് വിത്ത് ഹൗ എ പ്രൊഡക്റ്റ് ഈസ് ഡിസൈൻ. ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ തന്നെയുള്ള പ്രശ്നത്തിനാണ് എന്ത് പറയുക, പ്രൊഡക്റ്റ് ഡിഫക്റ്റ് എന്ന് പറയാം. ഉദാഹരണം, ഒരു ഫർണിച്ചർ ഉണ്ടാക്കി, പക്ഷേ അത് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊരു ഡിസൈൻ ഡിഫക്റ്റാണ്. അപ്പോൾ അതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി മാർക്കറ്റിംഗ് ഡിഫക്ട്സ്. എന്താണ് മാർക്കറ്റിംഗ് ഡിഫക്ട്സ്? ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഓർ വാർണിംഗ്സ്. ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ, അതിന് ഇപ്പം ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളതിൽ ഹാൻഡിൽ വിത്ത് കെയർ, അല്ലെങ്കിൽ അതിൽ ഇത്ര വോട്ടാണ്, ഇപ്പോൾ ഇത്ര സമയം കറണ്ട് അതിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇല്ലാത്തതാണ് മാർക്കറ്റിംഗ് ഡിഫക്ട്സിൽ വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മെഡിസിൻ, അതിന് വാർണിങ്സ് പ്രോപ്പറായിട്ടുണ്ട് അല്ലേ, പ്രോപ്പറായിട്ട് ഉണ്ടാവണം. ഡോസേജ് എങ്ങനെയാണെന്ന് ഉണ്ടാവണം, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാവണം. അത് ഉണ്ടാവൽ അനിവാര്യമാണ്. നെക്സ്റ്റ് വി ആർ ഗോണ ഡിസ്കസ് സ്പൂറിയസ് ഗുഡ്സ്. എന്താണ് സ്പൂറിയസ് ഗുഡ്സ് എന്ന് നോക്കാം. കൗണ്ടർഫെയ്റ്റ് ഫേക്ക് ഇമിറ്റേഷൻസ് ഓഫ് ജെനുവിൻ പ്രൊഡക്ട്സ്. യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഫേക്ക് ആയിട്ടുള്ള ഇമിറ്റേഷൻ, കോപ്പി, അതിനെയാണെന്ന് പറയുന്നത് സ്പൂറിയസ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ അത് ഒരുപാട് അവൈലബിൾ ആണ് അല്ലേ, ഒരുപാട് അവൈലബിൾ ആണ്. ഒരുപാട് ഇൻസ്റ്റാ സൈറ്റുകളും ഒരുപാട് ഓൺലൈൻ സൈറ്റുകളും ഇത്തരത്തിലുള്ള 7A 10A എന്നുള്ള പല നാമത്തിൽ ഇത്തരം പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഡിസീവ് കൺസ്യൂമേഴ്സ് ഇൻ ടു ബിലീവിങ് ദേ ആർ ബൈയിങ് ഒതൻറ്റിക് ഐറ്റംസ് അല്ലേ. കൺസ്യൂമേഴ്സിനെ യഥാർത്ഥത്തിൽ അവർ വാങ്ങിക്കുന്നത് ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള യഥാർത്ഥ ഐറ്റമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് ഇതുമൂലം ഇഫക്റ്റ് ചെയ്യപ്പെടുന്നത്? ഒന്നാണ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലേ, മരുന്നിൻ്റെ കമ്പനികൾ. ഫേക്ക് മെഡിസിൻ, സെവിയർ ഹെൽത്ത് റിസ്ക്, ഇൻഎഫക്റ്റീവ് ഓർ ഹാംഫുൾ. അതെ, ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻസ് ഇറങ്ങിയാൽ, ഒരു മെഡിസിൻ്റെ കോപ്പി ഇറങ്ങിയാൽ അത് ഹെൽത്തിന് റിസ്ക് ആണ്, അതുപോലെ തന്നെ ഇൻഎഫക്റ്റീവ് ആയിരിക്കാം അല്ലേ, എഫക്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അതിന് സൈഡ് എഫക്ട്സ് ചിലപ്പോൾ വളരെയധികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു അത് പല അസുഖങ്ങളിലേക്കും അത് കൊണ്ടുചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇലക്ട്രോണിക്സിലാണെങ്കിലോ കൗണ്ടർഫീറ്റ് ഡിവൈസസ് ഓർ ആക്സസറീസ്, റിസ്ക് ഓഫ് ഓവർ ഹീറ്റിംഗ് അല്ലേ, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാം, ഫയേഴ്സ് ഉണ്ടാവാം. ഓർ പുവർ പെർഫോമൻസ്, അതിൻ്റെ പെർഫോമൻസ് അത്രത്തോളം മോശമായിട്ടായിരിക്കും. അതായത് ഒരു നല്ലൊരു ഫോൺ എന്ന് കരുതിയ ഒരാൾ ആ ലേബലിൽ ഇറക്കിയ, ഐഫോൺ എന്ന ലേബലിൽ ഇറക്കിയ ഒരു ഫേക്ക് ഫോൺ വാങ്ങിച്ചാൽ അതിൻ്റെ ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെ. ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് എന്താണ്, സ്പൂറിയസ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ്. ഇനി ലക്ഷറി ഗുഡ്സ്, ഫേക്ക് ഡിസൈനർ ഐറ്റംസ്, ഹാം ബ്രാൻഡ് വാല്യൂ, അൺഎത്തിക്കൽ ട്രേഡ് ആൻഡ് ലീഗൽ കോൺസിക്വൻസസ്. അതായത് വളരെ മൂല്യമുള്ള അല്ലെങ്കിൽ വളരെ വിലയുള്ള ഒരു സാധനത്തിൻ്റെ ഫേക്ക് ഇറങ്ങുമ്പോൾ അത് ആ യഥാർത്ഥത്തിലുള്ള ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നൗ വി ആർ ഗോണ ഡിസ്കസ് സ്പൂറിയസ് സർവീസസ്. എന്താണ് സ്പൂറിയസ് സർവീസസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലെയിം ഫോൾസ് ബെനിഫിറ്റ്സ് റിസൾട്ട് ബട്ട് ഫെയിൽ ടു ഡെലിവർ അല്ലേ. അവർ എന്താണ്, ഇത്തരം സർവീസുകൾ എന്താണ്, വലിയ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ വലിയ ഉപയോഗങ്ങളാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, വലിയ ലാഭങ്ങളാണ് അവരതുകൊണ്ട് ക്ലെയിം ചെയ്യുന്നതെങ്കിലും പക്ഷേ അത്തരത്തിലുള്ള ലാഭങ്ങളൊന്നും തന്നെ അവരെന്ത് ചെയ്യില്ല, നമുക്ക് തരില്ല. ഉദാഹരണം, ഫേക്ക് ഫൈനാൻഷ്യൽ സർവീസസ്. നമുക്കിന്ന് ചുറ്റും കാണുന്ന ഫേക്ക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസസ്. ഉദാഹരണത്തിന് ഫ്രോഡിലൻ സ്കീംസ് അല്ലേ, ഫ്രോഡ്, ഒരുപാട് കുറികൾ, പോളിസികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, പോൺസി പിരമിഡ്. അവരെന്താ ചെയ്യുന്നത്, വലിയ ഹൈ റിട്ടേൺസ് കിട്ടുമെന്നുള്ള രീതിക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള പ്രോമിസുകൾ നമുക്ക് നൽകുന്നു. ഇനി സ്പൂറിയസ് ഹെൽത്ത് സർവീസസ്. എന്താണ് സ്പൂറിയസ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് എന്ന് നോക്കാം. അൺലൈസൻസ്ഡ് ഓ അൺപ്രൂവൺ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെ, ലൈസൻസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കാത്ത രീതിയിലുള്ള പരിചരണ രീതികളാണെന്ത് അത്. എക്സ്പ്ലോയിറ്റ് വൾനറബിൾ പീപ്പിൾ, ഹാം ഹെൽത്ത്. അതെ, അത് വളരെ ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, അത് ചൂഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ഹെൽത്തിനത് ഹാം ചെയ്യുന്നു. ഇനി ഫേക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അൺഅക്രഡിറ്റഡ് പ്രോഗ്രാംസ്, വർത്ത്ലെസ് ഡിഗ്രീസ്, സർട്ടിഫിക്കേഷൻസ്, വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി അല്ലേ. ഇനി ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കേരളത്തിലും മറ്റു ഇതര ബാങ്കുകളിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അവർ ചിലപ്പോൾ ക്യാഷ് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും, പക്ഷേ അതെന്താണ്, ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ചെയ്ത സർട്ടിഫിക്കറ്റ് ആക്കി. യഥാർത്ഥത്തിൽ നമ്മൾക്കൊരു
ഒത്തൻറ്റിക് ആയിട്ടുള്ള ലൈസൻസോ ഒത്തൻറ്റിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ നമുക്ക് അവൈലബിൾ ആയിട്ട് തരുന്നില്ല. അപ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഹെൽത്ത് സർവീസസ് വിച്ച് ഈസ് spurious, and there are lots and lots of educational institutions which is fake. So these when we avail the benefits of these kinds of institutions, it will be a risk for us, right? അല്ലേ, നമുക്കതൊരു റിസ്ക് ആയിരിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഹോപ്പ് യു ഗൈസ് സ്റ്റഡി വെൽ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.